ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതെ, നാളെ ന്യൂ ഇയർ ആണെന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോൾ പിന്നെ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇറങ്ങിയാണ്. അപ്പം നമ്മൾ പോകുന്നത് കുറച്ച് ഹൈ റേഞ്ച് ഏരിയയിലേക്കാണ്. അപ്പം റേഞ്ചും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം ഇനി വീഡിയോ പ്രതീക്ഷിക്കണ്ട എന്നുള്ളത് കൊണ്ട് നമ്മൾ വിചാരിച്ചു ഒരു കമൻറ്റ് രണ്ട് മറുപടി അങ്ങ് കൊടുത്തിട്ട് ഉഷാറോടുകൂടെ ആ യാത്രയായിട്ട് തുടരാമെന്ന് കരുതി. അപ്പോൾ പിന്നെ പോകുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കമൻറ്റിലേക്ക് പോവാം. ഫസ്റ്റ് കമന്റ് വരുന്നത് ഉത്തര ചേച്ചി ലത്തീഫ് ഖാൻ കേട്ടോ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഉത്തര ചേച്ചിയാ, നിങ്ങളെ ലത്തീഫ് ഖാൻ നിങ്ങൾ കൊട്ടേഷൻ അയച്ചതാന്നേ. നിങ്ങളെ ലൈവിൽ വന്നിട്ട് ഉത്തര ഞാൻ വീട്ടിലെത്തി വന്ന് അത് ഇതെന്നൊക്കെ പറയുന്ന ലത്തീഫ് ഖാൻ നിങ്ങൾ ഇതിനായിട്ട് അയച്ചതാന്നേ. സലീമിന് നട്ടലുണ്ടോ? ഉണ്ടെങ്കിൽ ഇങ്ങനെ നടക്കുമോ? ഈ ലത്തീഫേ, നിനക്ക് ഇത് സലീമിന് നട്ടലുണ്ടോ നോക്കുന്നത്? മോളെ പോയി പപ്പ ഒരിക്കലും MRI സ്കാൻ എടുത്തേക്കാ, ഒന്ന് എടുത്തുണ്ടാ, ഒന്ന് കാണിച്ചു കൊടുത്തേക്ക. എന്നാ പ്രശ്നം തീർന്നില്ല. ഓന് നല്ല അസല് നട്ടലുണ്ടടേ. MRI സ്കാൻ എടുത്തീനും ബാക്ക് പെയിൻ ഉണ്ടായിട്ട്. വേണ്ട വേണ്ട. രണ്ടാമത്തെ HDR ഭർത്താവിനെ ചോദിച്ച് കമന്റ് ഇടുന്നവർ ഒന്ന് ആലോചിക്കുക, ഏത് ഭർത്താവിനെയാണ് അവൾ കാണിക്കേണ്ടത്? ഒരുപാട് ആളുണ്ട്. അതുണ്ടാവും. കാരണം ഈ HDR എന്ന് പറഞ്ഞ നല്ല ഫേക്ക് അക്കൗണ്ട് ആണ്. ഓന്റെ ഉമ്മക്ക് ഒരുപാട് ആൾക്കാരുണ്ടാവും. അതുകൊണ്ടാട്ടോ അവൻ അങ്ങനെ പറഞ്ഞത്. അല്ലാണ്ട് ഇപ്പൊ സ്വന്തം വീട്ടിലെ കാര്യമാണല്ലോ മറ്റുള്ളവരോട് പറയാം നമ്മൾ. പിന്നെ അവരിപ്പോ ഇവളുമായി തെറ്റി നടക്കുകയാണ്. ഇപ്പോ ഈ കൂടെയുള്ള മരയോന്തയാണ് ഇവളുടെ കൂടെ കിടക്കുന്നത്. മരയോന്ത നിന്റെ തന്ത, നിന്റെ അമ്മക്ക് അല്ല നിന്റെ ഉമ്മക്ക് അവധത്തെ പറ്റി നിനക്ക് അങ്ങനെയൊക്കെ തോന്നി. എടാ മരയോന്തേ, ഇവനല്ല കേട്ടോ വിളിച്ചത്. ഈ കമന്റ് ഇട്ട ഫേക്ക് ID ഉണ്ടായ മരയോന്തേ, ഇന്നലെ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മരയോന്തേ. അതിൽ പൈസ കൊടുത്തിട്ട് ഞാൻ തെളിയിക്കുന്നുണ്ട് എനിക്ക് ഭർത്താവുണ്ട്. പോയി കാണടാടാ മുട്ടേ. അതിനെടുത്തത് ഏട്ടൻ എപ്പോഴാ കോഴിക്കോട് വരുക? എന്റെ പ്രൊഡ്യൂസർ സാർ. ഇത് ആർക്കിട്ടാ? കഴിഞ്ഞ വീഡിയോയിലും ഉണ്ടല്ലോ ഇതേ സെയിം കമന്റ് തന്നെ. ഏട്ടൻ എപ്പോഴാ കോഴിക്കോട് വരുക? എന്റെ പ്രൊഡ്യൂസർ സാർ. എനിക്ക് ഒന്ന് ഏട്ടൻ പ്രൊഡ്യൂസർ അങ്ങനെയായിരിക്കാം. കുളിസിൻ ചേച്ചി നിന്റെ തള്ള എന്താ മുമ്മുന്റെ തത്ത. എന്തായാലും മോളെ നിന്റെ ഒരു ഭാഗ്യം. ഹസ് ദുബായിലാണെങ്കിലും റെസ്റ്റ് ഇല്ല. ഹസ് വരുന്നവരെ ഫുൾ കുത്ത്. ഹസ് വന്നാൽ മുറി കുത്ത്. എന്തായാലും നിന്റെ നല്ല ഭാഗ്യമുള്ളതാണ്. ആരാണ്? ഏതോ മുമ്മൂന്റെ താത്തേ. നിങ്ങളെ ഭർത്താവില്ലാത്ത സമയത്ത് വാപ്പന്റെ അടുത്ത് കുത്ത് ഉണ്ടാവലുണ്ടോ മുമ്മൂന്റെ താത്തേ? പിന്നെ വരുന്നത് നിസാർ അഹമ്മദ്. കണ്ണനെ പറ്റിച്ച് ജീവിക്കുന്നത് 2 വാനര ജന്മം. 2 വാനര ജന്മല്ല, ഞാനാണ് നിന്നെ പറ്റിയാണ് കണ്ണനെ പറ്റിച്ച് ജീവിക്കുന്നതെന്ന് പറയുന്നത്. നിങ്ങൾ അതെന്താ മനസ്സിലാക്കാത്ത ഗായ്സ്? സലീമിനെ എനിക്കറിയാം, അവൻ ഭൂലോക ഫ്രോഡാണ്. പെണ്ണാണ് അവന്റെ വീക്ക്നെസ്. റഫീഖ് റാഫിയെ സലീമിനെ കുറിച്ച് വെല്ലുവിളിക്കാൻ നിന്ന. സലീമിനെ കുറിച്ച് നാട്ടിലൊരു മനുഷ്യൻ ഒരു തെറ്റ്. നീ വീഡിയോയായിട്ട് നീ ഫോൺ ഓപ്പൺ ചെയ്തിട്ട് വാടാ. സലീമിനെ കുറിച്ച് നാട്ടിലൊരു മനുഷ്യൻ എന്തെങ്കിലും ഒരു മോശം ബാഡ് വാക്ക് പറയുന്നതുണ്ട് കേൾപ്പിച്ചു തന്നാല്, മോനെ നിനക്ക് 10 ലക്ഷം രൂപ ഓഫർ ജസ്ന സലീമിന്റെ വക. 10 ലക്ഷം രൂപ ഓഫർ വേണം. ഞാൻ എന്റെ ബൈക്കും എന്റെ ഗോൾഡും തരും. ഇവന്റെ R15ഉം ഇവന്റെ ശരീരത്തിൽ ഏകദേശം 10 പവന്റെ അടുത്ത് ഇവന്റെ കയ്യിലുണ്ട്. ടോട്ടൽ 20 പവനും ഒരു R15ഉം പോരാത്തതിന് എന്റെ കാറ് ഷിഫ്റ്റ് ഡിസയർ ഇതും ഞാൻ നിനക്ക് തരും. നീ വന്ന് ഈ നാട്ടിലുള്ള ആളെ കൊണ്ട് എന്ന് വെച്ചാ കുറുവങ്ങാടുള്ള റഫീഖ് പറഞ്ഞതുള്ളതാട്ടോ.
സലീമിനെ എനിക്കറിയാം, അവൻ ഭൂലോക ഫ്രോഡാണ്, അവൻ പെണ്ണാണ് അവന്റെ വീക്ക്നെസ് എന്ന്. കാരണം ഈ റഫീഖിന്റെ ഉപ്പാന്റെ പേര് സലീം എന്നാ. അതന്നെ അങ്ങനെ പറയണം. അപ്പൊ നമ്മളെല്ലാം ഉദ്ദേശിച്ചത് അവന്റെ ഉപ്പാനെയാണ്. കുറുവങ്ങാടുള്ള നിന്റെ ഉപ്പ അല്ല കേട്ടോ സലീം. ഇവരെ രണ്ടാളും ഉപ്പയാണ്, ഇവിടെ ഭർത്താവാണ് കേട്ടോ. ഈ കുറുവങ്ങാടുള്ള ഒരാള് പറഞ്ഞാ മതി 20 പവനും ഒരു കാറും ഒരു ബൈക്കും ഞാൻ നിനക്ക് ഓഫർ ചെയ്യുന്നു. കുറുവങ്ങാടുള്ള ഒരൊറ്റൊരുത്തം പറഞ്ഞാൽ മതി. സലീം ലേഡീസ് വീക്ക്നെസ് ഉള്ളതാണെന്നും പറയണ്ട, ഫ്രോഡാണെന്നോ അല്ലെ സലീമിനെ കുറിച്ച് ഒരു വാക്ക് ഒരാൾ മോശമായിട്ട് പറയുന്നത് അത്രമാത്രം മതി. പിന്നെ വരുന്നത് എന്താ ഇബ്രാഹിം നിക്കലക്കയത്ത്. നിങ്ങളുടെ കുടുംബത്തിൽ നട്ടലുള്ള ആണുങ്ങളില്ലേ? ഓ ഉണ്ടല്ലോ, നമ്മളെ കുടുംബത്തിൽ നട്ടലുള്ളതൊന്ന് വാപ്പിണ്ട്, പിന്നെ എന്റെ വാപ്പുണ്ട്, പിന്നെ ഞാനുണ്ട്, പിന്നെ നേരത്തെ പറഞ്ഞേ സലീം കാക്കുണ്ട്. ഈ നട്ടെല്ലുമ്പോ പിച്ച് കളിക്കാൻ എന്ത് താടേ, മറ്റേ ഇതിന്റെ വടി എങ്ങാനാണോ നട്ടെല്ല് എന്ന് പറയുന്നത്? സ്രവകളാട്ട് ഏതൊക്കെയോ ഫേക്ക് ഐഡി ഉണ്ടാക്കിയിട്ട് വേറൊരു കാര്യം, ഈ കമന്റ് ബോക്സ് എന്ന് പറയുന്നത് ഒരു വൈറസ് ആട്ടോ. അപ്പോൾ ഇതിങ്ങനെ പടർന്നുകൊണ്ടിരിക്കും. പക്ഷെ ആ വൈറസിനുള്ള മറുപടി ഇങ്ങനെ കൊടുത്തോണ്ടിരുന്നാല് നമുക്കത് വിടും. പിന്നെ വരുന്നത് ആംഗ്രി ഗേൾ. കുളിസീൻ കാണിച്ചോ നീ? ഇല്ലടേ കാണിച്ചില്ല. നീ നിന്റെ ഉമ്മാനെയും കൂട്ടി വാ, ഞങ്ങൾ രണ്ടാളൂടി ഒരുമിച്ച് കുളിക്കും. കിണിക്കുന്ന വോയിസ് കേട്ടോ. പിന്നെ കുണ്ണ എന്ന നീട്ടിയുള്ള വിളി പൊളിച്ചു. നീ നിന്റെ ഉപ്പാനൊക്കെ അങ്ങനെ ആയിരിക്കും അല്ലേ മോനെ? ഷിഹാനൊക്കെ ഒരു പൈതല് ചെല്ലടേ എന്ന് കാണിച്ചെടുക്ക്. ചെള്ള് മുട്ടേന്ന് വിരിഞ്ഞിട്ടില്ല, വിരിഞ്ഞിട്ട് ചെറുതിന്റെ ഉപ്പയും ഉമ്മയും കൂടി പറഞ്ഞു കൊടുക്കുന്നു അല്ലെ കേൾക്കുന്നതും പറഞ്ഞതൊക്കെ പറഞ്ഞതാക്കും. ഈ ചെറുതിനെ കണ്ട, ഈ ചെറുത് നല്ല പരിചയമായി തോന്നുന്നു, എന്തോ ഒരു മെന്റൽ ഇഷ്യൂ ഉള്ള മാതിരി തോന്നല്. ഇതാണ് തന്നത്. ഏത് കുണ്ണ എന്ന് വിളിച്ചുള്ള ശീലം നല്ലതാണ്. അതിടാ നീ മുട്ടേന്ന് വിരിഞ്ഞിട്ട് വാടേ. പിന്നെ പാവങ്ങളെ ഒന്ന് വെറുതെ വിട്ടുകൂടെ? ജീവിക്കാൻ വേണ്ടി ആ കുട്ടി ഇപ്പോൾ ഉള്ള ഒരു ട്രെൻഡ് അനുസരിച്ച് ഒന്ന് സെലക്ട് ചെയ്ത് അതിന് ബാക്കിയുള്ളവർക്ക് കുശുമ്പ് കുത്തിയിട്ട് അവൾ ജീവിച്ചോട്ടെ. ഭർത്താവിൻ്റെ കൂടെയാണ് ആങ്ങളെയാണെങ്കിൽ ആങ്ങളെയെന്നാണെങ്കിലും ആങ്ങളെ ആയിക്കോട്ടെ. എന്തായാലും നിങ്ങൾക്ക് എന്താണ്, ജീവിക്കാൻ വേണ്ടി കിട്ടിയ വിഷയങ്ങൾ ആയിരിക്കും, എന്തിനു ബുദ്ധിമുട്ടിക്കണം? ചേട്ടാ ബിഗ് സല്യൂട്ട് ചേട്ടാ. കാര്യം എന്താന്ന് വെച്ചാല് ആ ചേട്ടൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ അവനവന്റെ കാര്യം നോക്കി അവനവൻ ജീവിച്ചാ പോരെ, ആരാന്റെ കാര്യത്തിലേക്ക് ഇടപെടാൻ പോകണമെന്നുള്ളത്. ഇതെനിക്ക് ഭർത്താവോ എനിക്ക് ആങ്ങളെയോ എനിക്ക് ആമുഖനോ ആരോ ആയിക്കോട്ടെ, നിങ്ങൾക്കൊക്കെ എന്താ, നിങ്ങളാണോ എനിക്ക് ചെലവിന് വരുന്നത്? അതാണ് ഈ ചേട്ടൻ ഉദ്ദേശിച്ചത്. അപ്പൊ അബ്ദുൽ ലത്തീഫ് പറയുന്നതാണ്, ഉഡായിപ്പ് പേര് കൊണ്ട് ആരും മുസ്ലിം ആവില്ല. അത് സത്യമാണ്. അബ്ദുൽ ലത്തീഫ് മുസ്ലിം അല്ല കേട്ടോ. മുസ്ലിം ആണെങ്കിലും നോട്ടം മുത്തരയുടെ ആണ് വിശ്വാസം, അതാണ് മതം. അല്ലാതെ നിന്നെ പോലെ ഉഡായിപ്പല്ല മതം. അത് സത്യമാണ്. കാരണം ഈ അബ്ദുൽ ലത്തീഫ് 24 അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന ഒരു പേര് മുസ്ലിം നാമധാരി ആയതുകൊണ്ട് മുസ്ലിം ആവണം എന്നില്ല. അബ്ദുൽ ലത്തീഫെ, ആര് മുസ്ലിം ആര് ഹിന്ദു ആര് സ്വർഗത്ത് പോണം ആര് നരകത്ത് പോണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളല്ല, ഈ നാട്ടിലെ പാർട്ടിക്കാരും അല്ല. അത് മുകളിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്. ചിലപ്പോ ഞാൻ സ്വർഗത്തിലും നീ നരകത്തിലും ആയിരിക്കും അബ്ദുൽ ലത്തീഫെ പോവുക. അത് നീ ആദ്യം മനസ്സിലാക്ക്. റിയാദ് വ്ളോഗ്സ്. ജസ്നെ നിന്റെ കൂടെയുള്ള നാരിക്ക് ജോബ് അല്ലട്ടോ, JOB ആണ്. ഒന്നുമില്ലേ നിന്നെ മണപ്പിച്ച് നടക്കാൻ? ഇല്ലടാ, നല്ല മണക്കുന്നുണ്ട്. പിന്നെ ഞാൻ എന്താ പറയാ, എന്റെ ഉമ്മാന്റെ അടുത്ത് വരുന്നുണ്ട് മണപ്പിച്ച് നടക്കാൻ. അങ്ങ് പോയേക്ക്, ഓന്റെ ഒരാഗ്രഹം അല്ലേ. ഷെഫീന ഇഷ്ടം. ഓ ശരി, ഷെഫീനെ ഇഷ്ടം. കൊള്ളാം. കിട്ടിയോ? അബ്ദുൽ അസീസ് ഇല്ല, ഇരുന്ന് വാങ്ങി. അബ്ദുൽ അസീസ് അല്ല, അബ്ദുൽ ലത്തീഫ്. അബ്ദുൽ അസീസ് ഉണ്ട് വേറെ. ഇതിൽ നെഗറ്റീവ് കമന്റ് കൂടുതലുള്ളത് മുസ്ലിമിന്റെ ആണല്ലോ. സത്യാണ്. നാളെ പറഞ്ഞില്ല, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ല. ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വീഡിയോസ് വരുന്ന മുസ്ലിം നാമധാരികളുടെ പേരിലാട്ടോ.
ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് വരുന്നത് ഹിന്ദു നാമധാരികൾക്കോ. അത് നിങ്ങൾക്കറിയാലോ, കൃഷ്ണനെ വരയ്ക്കുന്ന ആ ഒരു ബേസിലായിരിക്കാം മേ ബി, എന്തോ അറിയില്ല. പിന്നെ വരുന്നത് ഒരു അജു, നിന്റെ ആ കുളിശിതം ഒറിജിനലാണോ? അതിന് റീപ്ലൈ താ. എന്താ ഉദ്ദേശിച്ച കവി? കവിയെ എന്താന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാ, എന്നാ അങ്ങോട്ട് മറുപടി തരൂ. വായ തുറന്നാൽ കക്കൂസ്. ആര്? സിദ്ദീഖാന്റോ? എന്റെ പൊന്നു സിദ്ദീഖ്, നിങ്ങൾ ഇങ്ങനെ തന്നെ പറയല്ലേ. എന്താ സിദ്ദീഖ്, നിങ്ങളെ തൊള്ള കക്കൂസാന്നൊക്കെ പറഞ്ഞാ ഞങ്ങളൊക്കെ ഇപ്പൊ എന്താ വിചാരിക്കുക? ഓ, നിങ്ങൾ ചോറല്ലേ സിദ്ദീഖ തിന്നാറ്? പിന്നെ വരുന്നത് മുഹമ്മദ് ഷെരീഫ്, കുളിസിൻ കാണിച്ചു തരും ഉണ്ണിയേട്ടാ. നിന്റെ ഉമ്മാനെ കൂട്ടിയിട്ട് വാടാ. അല്ലേ വേണ്ട, നീ ഉമ്മാനോട് ചോദിക്കടാ. അതാകുമ്പോ കുറച്ചും കൂടി നിനക്ക് എന്തൊക്കെയോ ലാഭമുണ്ട്. ഇവിടെ വരെ കൊയിലാണ്ടി വരെ വരണ്ട വണ്ടിക്കൂലി ലാഭം, പിന്നെ ടൈം ലാഭം. നീ ഒന്ന് ഉമ്മാനോട് പറഞ്ഞാൽ മതി, മമ്മി മമ്മി കുളിസീനൊന്ന് കാണിച്ചു തരുമോന്ന്. അപ്പൊ നിനക്ക് സുഖ, സമയവും ലാഭവും കാഴ്ചകളും വിശാലമായിട്ട് കാണാം. പിന്നെ കമന്റിന് മറുപടി കേൾക്കുമ്പോൾ തന്നെ എന്താ സ്റ്റാൻഡേർഡ്, രണ്ടാളും കൊള്ളാടോ. താങ്ക് യുടാ. ഈ ഇരിപ്പും സംസാരവും ഒക്കെ കേൾക്കുമ്പോൾ അങ്ങനെ തോന്നും, ആരെയും തെറ്റ് പറയാൻ പറ്റില്ല. ആ അതിന് മൂളൊന്നുണ്ട്. ഒരു സത്യം പറയട്ടെ, നിങ്ങൾ ഭാര്യയും ഭർത്താവും പോലെയുണ്ട്. അതിന് താഴെയാണ് ഈ ഇരിപ്പ് സംസാരവും കണ്ട. പക്ഷെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ, ഞങ്ങള് ഭയങ്കര കോമ്പിനേഷൻ ആണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷെ ദൈവം ഞങ്ങൾക്ക് അങ്ങനെ ഒരു വിധി വിധിച്ചിട്ടില്ല. അതുകൊണ്ട് സോ സോറി ഡിയർ. കാടും വീടും. അർണേട്ടാ, എന്റെ അർണേട്ടാ, അത് നിങ്ങളെ വിളിക്കണ്ട. അതല്ല, അത് ലസിതേച്ചി ഞാൻ ഇമിറ്റേറ്റ് ചെയ്യാം. അർണേട്ടാ, ഇത് അർണേട്ടനുള്ളതാണ്. അർണേട്ടാ അർണേട്ടാ അർണേട്ടാ, അത് ലസിതേച്ചി കേട്ടോ വിളിക്കാറ്. ഹംസന്റെ സ്വന്തം ഉമ്മാന നീയാണ് ലോകം വെടി എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ ഹംസക്ക, ഉമ്മാനെ പറ്റിയൊക്കെ ഇങ്ങനെ പറയാൻ പാടുണ്ടോ? പിന്നെ വരുന്നത് ഈ ഷെഫീന ദേരായിലായിരുന്നു. അതറിയോ, ഷെഫീന ദേരയിൽ ജയിലൊക്കെ ആയിരുന്നു. മറ്റേ വെടിവഴിപാടിന് പോയിട്ട് പിടിച്ചിട്ട് ജയിലിലിട്ടതാ. അതൊന്നും അറിയില്ല. അത് എന്നോട് പറയാൻ വിട്ടുപോയി. ലൈവായി ഒരു ചിത്രം വരയ്ക്കുമോ? ഇഷ്ടം പോലെ വരച്ച് ഞാൻ യൂട്യൂബിൻ്റെ അത് പോസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ കയറി കാണുക. പോയി പണിയെടുത്ത് ജീവിക്കരുത്. ഞാൻ നല്ല അന്തസ്സിന് പണിയെടുത്തിട്ടാടാ ജീവിക്കുന്നത്. അത് പറയാൻ തന്നെ ഒരു അന്തസ്സുണ്ട് എനിക്ക്. ബേഡ് കമന്റ് ഇടുന്നവരുടെ ഇട്ടട്ടെ, ഒരു വിവരം ഇല്ലാത്തവരും ഇതിനെപ്പറ്റി ബേഡ് കമന്റ് ഇടുന്നവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. താങ്ക് യു. അതാരാ വേൾഡ് ആരെ തന്നെ ആയാലും താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും വഴക്കത്തുമായി അറിയാം ജസ്ന നല്ല കുട്ടിയാണ് എന്ന്. ആരും ജസ്നയെ കുറ്റം പറയണ്ട. താങ്ക് യു പ്രിയങ്ക. നീയും ഷെഫീനയും കണക്കാ. ആയിക്കോട്ടെ. പിന്നെ കണക്കൊന്നും അല്ല കേട്ടോ. കാരണം ഏകദേശം ആ പെണ്ണുങ്ങൾ എൻ്റെ തോളിൻ്റെ അത്രേ ഉള്ളൂ. പോരാത്തതിന് നല്ല തടിയുണ്ട്. ഞാൻ അങ്ങനെയൊന്നല്ല, മെഞ്ഞിട്ടാ. വെറുതെ എന്തിനാ ഓരോന്ന് പറയുന്നത്? നിങ്ങൾ എന്തിനാ അങ്ങനെ തയ്യാറാകുന്നത്? വളരെ മോശമാണ്. തയ്യാറാകുന്നതോ? തറയാകുന്നത്. അതെ, തറയാവേണ്ടടുത്ത് നമ്മൾ തറയായേ പറ്റുള്ളൂ. സോഷ്യൽ മീഡിയ അല്ലേ, മറുപടി കൊടുത്തല്ലേ പറ്റൂ. പിന്നെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങോട്ട് നോർമലായിട്ട് കമന്റ് കൊടുക്കും. അതെ, ഇങ്ങോട്ട് നമുക്ക് വെറുതെ വെള്ളം തെളിച്ചു കൊടുത്താല് തിരിച്ച് സോഷ്യൽ മീഡിയയിൽ നിന്ന് അവിടുന്ന് അങ്ങോട്ട് നാഗചേച്ചി പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അത് അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കണം. അതാണ് സോഷ്യൽ മീഡിയ. അബ്ദുൾ മനാഫ് സ്വന്തം ഉമ്മാന വിളിക്കുന്ന പേരാട്ടോ. ഒലിയാടിച്ചിക്കൊന്നും വേറെ പണിയില്ലേ കൂത്തിച്ച്. ഓൻ്റെ ഉമ്മാനെ അതല്ല, ഉമ്മാനെ അങ്ങനെ പറയരുത്, ഒരിക്കലും അങ്ങനെ പറയരുത്. പിന്നെന്താ, ഓന്റെ ഉമ്മ പഠിപ്പിച്ച സംസ്കാരത്തെയാണ് ഇവൻ ഇവിടെ വിളിച്ചത്. വീട്ടിൽ കൊടുക്കുന്നത്. കാരണം വീട്ടിൽ ഉമ്മാനെ ഓൻ അങ്ങനെയാ വിളിക്കാറ്. അത് തന്നെയാണ് ഉമ്മാനെ വിളിക്കുന്നത്. ഉമ്മാനെ റെസ്പെക്ട് ചെയ്യുമ്പോ പുറത്തുള്ള സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യാൻ തോന്നുള്ളൂ. ഓന്റെ ഉമ്മാനെ ഈ പൊലിയാടിച്ചെന്ന് വിളിച്ച് ശീലിച്ചത് കൊണ്ട് പുറത്തുള്ള ലേഡീസിനെ ഓൻ അങ്ങനെ തന്നെ വിളിക്കുന്നു. അത്രമാത്രം കൂട്ടിയാൽ മതി. സുഹൃത്തെ, വളരെ മോശമായി നടക്കുന്ന ഒരു സ്ത്രീക്ക് എതിരെ നമ്മളും ആ നിലവാരത്തിലേക്ക് താഴ്ന്നു പറയേണ്ടി വരും. അത് നമ്മുടെ ക്യാരക്ടർ തന്നെ ബാധിക്കും. അനാവശ്യമായി അവർക്ക് മറുപടി കൊടുത്ത് സ്വയം താഴ്ത്തരുത്. സപ്പോർട്ട് ജസ്ന സലീം. വോട്ട് ഡ്രോപ്പ് പിക്ചർ ഓഫ് കൃഷ്ണ.
നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. ചളിയിൽ കിടക്കുന്ന പന്നികളോട് മേൽപ്പിടുത്തം നടത്തരുത്, നമ്മളും ചളിയിലാവും. അതെ, അതാരാ ഇട്ടത്? ആഷിക്ക്. മോനോ ആണോ ചേട്ടനാണോ എന്നറിയില്ല. ആഷിക്ക, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് ഒന്നും ചെയ്തതല്ല. ആ സ്ത്രീ നിരന്തരമായിട്ട് എന്നെ അപമാനിച്ചതിൻ്റെ പേരിലാണ് ഞാൻ ആ സ്ത്രീക്കെതിരെ തിരിച്ച് അതിൻ്റേതായ നിലവാരത്തിൽ ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുക്കണ്ടം തിന്നണമെന്ന് പറഞ്ഞത് പോണം. ചേച്ചി തറയായപ്പോൾ അതിനേക്കാട്ടിലും തത്തറയായിട്ട് നമ്മൾ മറുപടി കൊടുത്തതുകൊണ്ട് എന്തേ ഷെഫീനെ പെട്ടിയും പൂട്ടി പോയി. ഇപ്പം ഷെഫീനെ വീഡിയോ ഇടാറില്ല. നീ ലോക ഉടായിപ്പ്. ജനങ്ങൾ കാര്യം ഒരിക്കലും നീ നന്നാകില്ല. ഹിന്ദുക്കളെ പറ്റി ജീവിക്കുന്ന നീ എന്ത് പറഞ്ഞാലും കളവാണെന്ന് മനസ്സിലാകും. എടേ, ഞാൻ ഹിന്ദുക്കളെ പറ്റിച്ച് ജീവിക്കുകയാണെങ്കിൽ നീ ഇത് പറഞ്ഞാൽ മതി കേട്ടോടാ മുത്തേ. വേട്ടാവളിയിൽ വന്നല്ലോ. വേട്ടാവളിയിൽ നിന്റെ അച്ഛൻ ശിവനെ. ഷീന്റെ അച്ഛനും കൊച്ചച്ഛനും അല്ല, അതിന്റെ വാപ്പയും കൂട്ടക്കാരുടാ ഷീബിനെ. അസീന ഷബീർ, ഇതെന്താ അവസ്ഥ? വല്ലാത്തൊരവസ്ഥയാടേ. പിന്നെ കുറെ ലൈക്ക്, പിന്നെ ഹാർട്ട് ചിഹ്നം കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വരുന്നത് ജസ്നെ, നിന്റെ ഉള്ളത് ആരാണ്? ഇത് നിന്റെ ആരാ മോളെ? ഇപ്പോൾ ഫോട്ടോ കച്ചവടം നടക്കുന്നില്ലേ? ഹിന്ദുക്കൾ വാങ്ങുന്നില്ലേ? അമിത് കാ ഫുള്ള് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നേരത്തെ ഒരു കമന്റ് വന്നിക്ക് ഫുള്ള് നെഗറ്റീവ് വിടുന്നത് മുസ്ലിംസ് ആണ്. ഈ ഞാൻ പിന്നെ ഒരു കാര്യം ഞാൻ പറയുന്നത് എന്താ വെച്ചാല്, ഈ വേറൊരു കാര്യം പറഞ്ഞോ, ഈ മുസ്ലിംസിലാണ് ഇടുന്നത് പല വീഡിയോയിൽ ഇടുമ്പോ നമ്മള് എന്തോ നമ്മള് അങ്ങനല്ല, നമ്മൾ ഇങ്ങനെയും ചിന്തിക്കും. കാരണം ഏറ്റവും കൂടുതൽ ജസ്നയ്ക്ക് മുസ്ലിംസ് ആണ് മോശം കമന്റ് ഇടുന്നത്. അതിൽ ഹിന്ദുക്കൾ വിചാരിക്കും ആണ്ടോ ഓള ആൾക്കാരെന്നെ ഇതാക്കുന്നത്. ഇതിൽ വേറൊരു ട്വിസ്റ്റും കൂടി ഉണ്ട്. ചിലപ്പോൾ ഹിന്ദുക്കളാണെങ്കിലും മുസ്ലിംസ് ആണെങ്കിലും തമ്മാമില് പേര് മാറ്റിയിട്ട് ഒരു ഫേക്ക് ഐഡന്റി ആക്കി ഇടുന്നവരുണ്ടാവും. കാരണം പറയുമ്പോ എന്താ പറയാ, മുസ്ലിംസൊക്കെ കമന്റ് അടിക്കുന്നു, ഹിന്ദുക്കളൊക്കെ നല്ലത് പറയുന്നത്. അപ്പൊ അവിടെ ഒരു വർഗീയത്തിന്റെ ആ ഒരു രീതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ഇത് ഇടുന്നൊന്നും മുസ്ലിംസിലാന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ചിലപ്പോൾ ഇടുന്നത് മിക്കവാറും ഹിന്ദുക്കളായിരിക്കും, ചിലപ്പോ മുസ്ലിംസ് തന്നെയായിരിക്കും. ആരിട്ടാലും ഇത് ഒരു ഫേക്കാണ്. കാരണം പേര് മുസ്ലിംസ് മുസ്ലിം അല്ല പറയുന്നത്. വിളിക്കല്ലേ കേട്ടോ. കേരള നാട്ടിൽ നമ്പർ 1 ജസ്ന. പോടി നായേ മുഹമ്മദ് മുസ്ലിം. പിന്നെ ഹഗ് പോടി. പിന്നെ ബെസ്റ്റാണ്ട് പടക്കം. നിന്റെ അമ്മായി ഷഹമിൽ കേട്ടോ. ഷെഫീന നോട്ട് ഗുഡ്. അറിയാം, എല്ലാവർക്കും അറിയാതെ ഷെഫീന നോട്ട് ഗുഡ് എന്നുള്ളത്. പിന്നെ വരുന്നത് പൊളിച്ചു തകർത്തു ജസ്ന. പിന്നെ എന്നാലും നിങ്ങളെയും ഷെഫിനെയും എന്തിനാ മക്കളെ മുമ്പിൽ അറപ്പും ഉറപ്പുമുള്ള കാര്യങ്ങൾ എന്തിനാ വീഡിയോസ് അവരെ കൊണ്ട് പേടിപ്പിക്കുന്നത്? പാവമാണ് കേട്ടോ. മക്കൾ സമാധാനത്തോടെ അന്തസ്സോടെ ജീവിച്ചോട്ടെ. ആ ഷെഫീനെയും കണക്കാം. വായിൽ നിന്ന് വിളമ്പുന്നത് ഇത്രയും വൃത്തികേട്. നിങ്ങൾക്ക് ഷെഫീനയ്ക്കും വൃത്തികേട് പറയുന്നത് ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുന്നതിലും നല്ലത് ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നതല്ലേ. ഷെഫീനന്റെ നമ്പർ അറിയില്ല സുഹൃത്തെ. ഷെഫീന എന്നെ കുറിച്ച് മോശമായിട്ടിട്ടത് ഫോണിലൂടെ വിളിച്ച് പറഞ്ഞ് എന്നെ തെറി വിളിച്ചതല്ല. സോഷ്യൽ മീഡിയയിൽ അത്രയും ആൾക്കാർ, കാരണം ഷെഫീനന്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് മാത്രമേ അറിയുള്ളൂ. പക്ഷെ എന്നെ അങ്ങനെയല്ല. എന്നെ ഓൾ ഇന്ത്യൻ എന്ന് പറഞ്ഞൂടെ, ഓൾ ഇന്ത്യൻസ് എല്ലാവരും അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതും എല്ലാ ഭാഷകളിലും എല്ലാ നാടുകളിലും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എനിക്ക് എന്നെക്കുറിച്ച് അങ്ങനെ ഇടുമ്പോൾ എനിക്ക് തിരിച്ച് അതേ രീതിയിൽ തന്നെയുള്ള മറുപടി കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ നീയുള്ളത് ഹായ്. പിന്നെ വെറുപ്പിക്കുകയല്ല പെങ്ങളെ, ഇങ്ങനെ വല്ലാതെ വെറുപ്പിക്കുകയല്ല. കുറച്ച് സംസാരമൊക്കെ ആകാം, സംസ്കാരമൊക്കെ ആകാം. എന്ത് വെറുപ്പിക്കുന്നതാണ് കോയക്ക നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് വെറുപ്പിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നെക്സ്റ്റ് അങ്ങ് അടിച്ചാൽ അടുത്ത വീഡിയോ കണ്ടൂടെ? എന്തൊക്കെ കാര്യമുണ്ട്. അപ്പോൾ ഞങ്ങള് ഓവർ ഇതാക്കുന്നില്ല, നമുക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്ര മാത്രമാണ്. ബാക്കി നമ്മളെ
അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്ര മാത്രമാണ്. ഇതിനുള്ള നമ്മൾ ഒരിക്കലും കമൻറ്റിന് മറുപടി കൊടുത്തതിൻ്റെ കമൻറ്റിൻ്റെ മറുപടികളൊക്കെ ആണ് നമ്മളിപ്പോൾ കേട്ടോണ്ടിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ കമൻറ്റ് എന്ന് പറയുന്നത് ഒരു വൈറസാണ്. അത് തുടർന്നുകൊണ്ട് ഇങ്ങനെ പോവും. അത് എങ്ങനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചാലും അത് നിൽക്കൂല. അപ്പോൾ പിന്നെ ഞാൻ മെയിനായിട്ട് ഈ കമൻറ്റിന് മറുപടി കൊടുത്ത് തുടങ്ങാൻ കാരണം എന്താ വെച്ചാൽ, എല്ലാവരും എന്നെ കാണുമ്പോൾ ആദ്യം പറയല് ജസ്റ്റ് നിന്റെ കമൻറ്റ് ഞങ്ങൾ വായിക്കാറുണ്ട് കേട്ടോ എന്ന്. അല്ലാതെ വീഡിയോ കാണാറുണ്ടോ എന്നുള്ളത് തമ്പുരാൻ അറിയാം. പക്ഷെ കമൻറ്റ് വീഡിയോ കണ്ടിട്ടില്ലെങ്കിലും കമൻറ്റ് എല്ലാവരും വായിക്കുന്നുണ്ട്. അപ്പൊ ആ കമന്റിനുള്ള മറുപടി ഞങ്ങൾ തന്നെ ഞങ്ങളുടെ സൈഡിൽ നിന്നുള്ളത് തന്നാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായില്ലേ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ തന്നെ കമന്റിന് മറുപടി ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളൊരു യാത്രക്ക് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നാളെ ന്യൂ ഇയർ ആണ്. അപ്പം ഇത് ഞങ്ങളുടെ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ലാസ്റ്റ് വീഡിയോ ആണ്. അതേപോലെ ഇത് ലാസ്റ്റ് വീഡിയോ ആണ് ഈ ഒരു വർഷത്തെ. ഇനി അവിടെ എത്തി പോകുന്ന വഴിക്കുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്തിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാം. അവിടെ എങ്ങനെയാണ്, റേഞ്ചുള്ള ഏരിയ ആണോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. ഹൈ റേഞ്ചിലേക്കാണ് കയറുന്നത്. അപ്പോൾ വൈഫൈയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയും കാര്യങ്ങളൊക്കെ രാത്രി പോസ്റ്റ് ചെയ്യുന്നതാണ്. അതും 12 മണിക്ക്. നമുക്ക് ഏതായാലും കഴിഞ്ഞതൊക്കെ പോട്ടെ. എല്ലാവർക്കും എല്ലാവരുടെ ജീവിതത്തിലും നല്ലതും മോശവുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതൊക്കെ പോട്ടെ. നല്ലൊരു വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും, എൻ്റെ ശത്രുവിനടക്കം നല്ലൊരു വർഷം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞങ്ങൾ നിർത്തുന്നു.